നിനക്കിതെന്തു പറ്റി? എൻ്റെ പേര് മാളവിക മാധവ്. ഞാൻ കരുനാഗപ്പള്ളി ബോയ്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ കൊല്ലത്തു നിന്ന് തന്നെയാണ് വരുന്നത്. എൻ്റെ ഗുരു എന്ന് പറയുന്നത് കലാഭവൻ നൗഷാദ് സാറാണ്. അപ്പോൾ ഈ ചെയ്ത തീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിനെ പറ്റി തന്നെയാണ് ചെയ്തത്. നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് ഇത് പഠിച്ചിട്ട് കയറുന്നത്. കൊല്ലത്തിനെ പറ്റിയിട്ട് നെഗറ്റീവുകൾ മാത്രം വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തിനും എതിരും ഒരു ഗുണ്ടാസങ്കേതം എന്നുള്ള രീതിയിലാണ് കൊല്ലത്തിനെ കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. പ്രളയം വന്നപ്പോഴായാലും സുനാമി വന്നപ്പോഴായാലും ഇത്രയും ചേർത്ത് പിടിച്ചിട്ടുള്ള മറ്റൊരു ജില്ലയും ഇല്ല എന്നുള്ളതാണ് തീമായിട്ട് ചെയ്തത്. പ്രളയം ഉണ്ടായപ്പോ, സുനാമി ഉണ്ടായപ്പോ ഒരമ്മ പെറ്റ മക്കളെ പോലെ ചേർത്ത് പിടിച്ചവരാ നമ്മുടെ ആലപ്പാട് നീണ്ടകരയും ഒക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നരബലിയെ പറ്റിയിട്ടാണ് ചെയ്തത്. പിന്നെ ഞാൻ ജില്ലയിൽ ചെയ്തത് അരിക്കൊമ്പനാണ്. അപ്പോൾ എല്ലാം പൊളിറ്റിക്കലി നിന്നുകൊണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പൊതുവേദികളിലും കൂടെ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് തീമായിട്ട് എടുത്തിരിക്കുന്നത്. കൊല്ലന്റെ നാടല്ല കൊല്ലത്തി അല്ല ഞാൻ, കൊല്ലിയെന്നാൽ കൊല്ലമെന്നായല്ലോ. ഞാനിപ്പോൾ 2ാമത്തെ വർഷമാണ് സ്റ്റേറ്റ് കലോത്സവത്തിന് വരുന്നത്. ഞാൻ ഈ മേഖലയിലോട്ട് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും അത്രയും നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഈ ഫീൽഡ് ഒരിക്കലും വിട്ടുപോകാൻ വേണ്ടി തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിന് ശേഷമാണ് ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു മേഖലയിലോട്ട് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അഭിനയം തന്നെയാണ് ഇഷ്ടപ്പെട്ട മേഖല. ഏതല്ലെന്ന കേസുണ്ടായാലും ആദ്യം കേൾക്കണത് കൊല്ലത്താണല്ലോ. എന്തിന്? സ്നേഹിച്ച പെണ്ണിനെ ചതിച്ചതാരാ? കൊല്ലംകാരൻ. താലി കെട്ടിയ പെണ്ണിനെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചതാരാ? കൊല്ലംകാരൻ. പണത്തിനു വേണ്ടി പിഞ്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതോ? അതും കൊല്ലത്ത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈമിൽ പക്ഷെ അത് മാത്രമല്ലായിരുന്നു കൊല്ലം. അതല്ല കൊല്ലം. ഒരാളോ രണ്ടാളോ ചെയ്യുന്നതല്ല, ഒരു 1ലോ 2ലോ തീരുന്ന ഒതുങ്ങി നിൽക്കുന്നതല്ല കൊല്ലം. അത് നേരാ. അല്ലെന്നാ നമ്മുടെ പപ്പന്റെ വീട്ടിൽ എന്താ ഒരനക്കം? അത് അവന്റെ വീട്ടിലെ പട്ടി പെറ്റ്. നിനക്കൊന്നും വേറെ പണിയില്ലയോ? ആര് വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞു ചെയ്തു നമുക്ക് സസ്പെൻസ് ആയിട്ട് വേറൊരു കാര്യം ചെയ്യാമെന്നുള്ളത്. അപ്പം ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു കാര്യവും കൂടെ കൊണ്ട് കൊല്ലത്തിനെ പറ്റി തന്നെ ചെയ്താലോ എന്നുള്ളതായിരുന്നു ആദ്യം ചിന്തിച്ചിരുന്ന കാര്യം. അപ്പോൾ സാർ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. അപ്പം പത്രങ്ങളും മറ്റും കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് സാർ ശ്രീധരൻ നായരിൻ്റെ ആയാലും O മാധവൻ സാറിൻ്റെ ആയാലും ONV സാറിൻ്റെ ആയാലും എല്ലാം കൂടി വെച്ചിട്ട് അവരെല്ലാവരും സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് ചോദിക്കുന്ന കുറേ കാര്യങ്ങളായിട്ട് കുറേ ആശയങ്ങളും മറ്റുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതെ, നമ്മളൊക്കെ വെറും കഥാപാത്രങ്ങളാ. പക്ഷേ ആയൂരും ഓയൂരും മാത്രമല്ലടോ നമ്മുടെ കൊല്ലത്തിനുള്ളത്. എൻ്റെ ഈ ഒരു മോണോ ആക്ടിലൂടെ ഒരുവിധമെങ്കിലും കൊല്ലത്തിനെ പറ്റിയിട്ടുള്ള മിഥ്യാധാരണകൾ മാറിക്കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. വേദി 8-ൽ നിന്നും ക്യാമറാമാൻ ഫാസിലിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. Al Azhar Group of Institutions, Perambalichira, Thudupuzha.